ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അനേകം കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനായി വിടുതലിനായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ പാസ്റ്റർ സാമുവൽ അവർ തൻ്റെ കുടുംബം തൻ്റെ ആത്മീക ശുശ്രൂഷയോടൊപ്പം നിന്ന് ഈ ദേശത്തിൻ്റെ ആത്മീക ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ശുശ്രൂഷകന്മാർ, ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, ഓൾ ദ ബിലീവേഴ്സ്, ഇന്നിവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ ശുശ്രൂഷകന്മാരുണ്ട്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജോസ്ഫിൻ അവർകൾ, എല്ലാവരെയും ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതവും വന്ദനവും അറിയിക്കട്ടെ. ഇങ്ങനെ ദീർഘനാളായിട്ടുള്ളൊരു പ്രാർത്ഥന ഈ ചർച്ചിൽ നടക്കുമ്പോൾ ദൈവമക്കൾ ആത്മീയ അന്തരീക്ഷത്തിനകത്ത് പ്രാപിക്കുവാനും രൂപാന്തരപ്പെടുവാനും ആയിത്തീരുവാനുമായിട്ട് ദീർഘനാളുകളായി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കുകയും പ്രവാചക ശബ്ദത്തെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആത്മീക അന്തരീക്ഷത്തിൽ കർത്താവ് എന്നെ ഇവിടെ അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ വന്ന പലർക്കും അതൊരു വലിയ രൂപാന്തരമായിരിക്കും. നിങ്ങളുടെ അനുഗ്രഹീതനായ ദൈവദാസൻ എന്നെ ക്ഷണിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് എന്നത് ഒരു സത്യമാണെങ്കിലും കർത്താവ് എന്നെ അയച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ എവിടെ ചെന്നാലും ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി എന്നതിനപ്പുറം അയക്കപ്പെട്ട ഒരു അഭിഷിക്തൻ എന്ന് വിശ്വസിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ദൈവം ഒരാളെ അയച്ചാൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളുടെ നടുവിൽ എന്നെ അയച്ചത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഒരു അഭിഷക്തൻ ഒരു സ്ഥലത്ത് വരുമ്പോൾ, ഒരു അഭിഷക്തനെ ദൈവം ഒരു സ്ഥലത്ത് അയക്കുമ്പോൾ ആ ദൈവദാസൻ ഒരു പ്രസംഗവും കൊണ്ടല്ല വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത്ഭുതമാക്കിയ, അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങളെ ജയിക്കുവാൻ ദൈവം അദ്ദേഹത്തിൻ്റെ മേൽ തുറന്ന സ്പിരിച്വൽ പോർട്ടലുകൾ, ആത്മീക അധികാരങ്ങൾ, ഒരു ഓഫീസുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആമേൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു കാറല്ല വരുന്നത്, ഒരു 10-ലധികം വാഹനം വരും. അത് ഡെക്കറേഷൻ അല്ല, അതൊരു ഡെക്കറേഷൻ അല്ല. ആ ഓരോ വാഹനവും ഓരോ ഓഫീസാണ്. മുമ്പിൽ പോകുന്ന വാഹനമാകട്ടെ, പുറകിൽ വരുന്ന വാഹനമാകട്ടെ, ജീപ്പാകട്ടെ, പോലീസ് ജീപ്പാകട്ടെ, നമുക്ക് തോന്നും അതെല്ലാം വാഹനങ്ങളാണ്. പക്ഷെ നിങ്ങൾ അതിനകത്ത് കയറി പഠിച്ചാൽ ആ ഓരോ വാഹനവും ആ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ ഡൈമെൻഷനകത്തുള്ള ഓഫീസുകളാണ്. അപ്പം അധികാരത്തിലിരിക്കുന്ന ഒരാൾ ഭൗമണ്ഡലത്തിൽ വരുമ്പോൾ അദ്ദേഹവുമായി കണക്റ്റഡ് ആകുന്ന ഓഫീസ് വരുമെങ്കിൽ, ആത്മതലത്തിലിരിക്കുന്ന അഭിഷക്തന്മാർ വരുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ചർച്ചിന് കഴിഞ്ഞാൽ, ഇത് പിടിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ഇവിടെ ചില കാര്യങ്ങൾ നടപ്പിലാകാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച കാര്യങ്ങളെ നടപ്പിലാക്കുന്ന ഒരു ദൈവമഹത്വം ഇവിടെ ഇറങ്ങുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാകുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ജീസസ്. ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്, പക്ഷെ കർത്താവ് പറയുന്നു ചില കാര്യങ്ങൾ ദൈവം നടപ്പിലാക്കും. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് എന്തെന്ന് ചോദിച്ചാൽ ചിലത് നടപ്പിലാകും. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞേ, നടപ്പിലാകാൻ പോവാം. ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ലഭിച്ച സമയത്തെ പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ചില സ്പിരിച്വൽ റെവലേഷൻസുകൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യട്ടെ. എൻ്റെ ജീവിതത്തെ ഒരത്ഭുതമാക്കി മാറ്റിയത് പണമല്ല, എൻ്റെ ജീവിതത്തെ ഒരതിശയമാക്കി മാറ്റിയത് വേദികളല്ല, പരാജയത്തിൽ കിടന്ന എന്നെ ഒരു ജയമാക്കി മാറ്റിയത് ബന്ധങ്ങളല്ല. ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇതല്ല അതിൻ്റെ മാനദണ്ഡം. പരാജയപ്പെട്ട് കിടന്ന എൻ്റെ ജീവിതത്തിൽ
ദൈവം തുറന്ന ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവം എന്നെ അയച്ച രാജ്യങ്ങളെ ഓർത്തിട്ടല്ല. ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നത് ദൈവം എന്നെ നിർത്തിയ വേദികൾ നോക്കിയിട്ടല്ല. ഒരു കഴിവും ഒരു പ്രാപ്തിയും ഒരു ജ്ഞാനവും ഇല്ലാതിരുന്ന എൻ്റെ മേൽ ഈ ദൈവിക വെളിപ്പാടുകൾ ദൈവം തുറക്കാൻ കൃപ കാണിച്ചു. ഒരുപാട് ക്രിസ്ത്യാനികൾ, ഒരുപാട് പെന്തക്കോസ്റ്റുകാർ, ഒരുപാട് വിശ്വാസികൾ ഇന്നും ബൈബിൾ ഇൻഫോർമേഷനിൽ ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് തുറന്നു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം ദൈവഹൃദയത്തിന്റെ റെവലേഷനിൽ ജീവിക്കാൻ ലഭിച്ച ഈ വേദപുസ്തകത്തിനകത്തുള്ള ദൈവിക വെളിപ്പാടുകളെ അനുഭവിക്കുവാൻ ഇന്നും 40, 21 ഒരു വർഷം തന്നെ 3 പ്രാവശ്യം ഇരുന്ന് ഉപവസിക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. അവരെന്നെ വിളിച്ചു പറയാറുണ്ട്, പാസ്റ്റർ, ദൈവവചനത്തിൻ്റെ റെവലേഷൻസുകൾ തുറക്കാൻ ഞാൻ 21 ദിവസം ഉപവസിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. എന്തുകൊണ്ടെന്നറിയോ? അഭിഷക്തന്മാർ അവരുടെ ദിവസങ്ങളും സമയവും ഒക്കെ മാറ്റിവെച്ച് ഈ വേദപുസ്തകത്തിനകത്തുള്ള മാർമിക സത്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങിയ സമയത്താണ് ദൈവം ഇത് തുറന്നു തന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് കരയും. കർത്താവേ, ഈ വലിയ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു കൂട്ടം പേർ വില കൊടുത്തു നിൽക്കുമ്പോൾ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങിയപ്പോൾ കണ്ട സ്വപ്നമാണ് ഒരു വെളിപ്പാടായി മാറിയത്. പല്ല് തേച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവം സംസാരിച്ച ഒരു വാക്കാണ് ചരിത്രം മാറ്റിയത്. കാറിൽ സഞ്ചരിച്ചപ്പോൾ ദൈവം തുറന്ന ഒരു ശബ്ദമാണ്. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർ ഒന്ന് പ്രാർത്ഥിച്ചു. അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ. നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ, അധികമായി നിൻ സാന്നിധ്യം വേണമേ. യേശുവാ 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 യേശുവാ. ഹല്ലേലൂയ. ആമേൻ. ഒരു സാധാരണ മനുഷ്യൻ യേശു എന്ന നാമം കേൾക്കുമ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ സുവിശേഷം കേൾക്കുമ്പോൾ അവൻ എങ്ങനെ വിശ്വസിച്ച് ചർച്ചിൽ ചെല്ലുമോ അതുപോലെയാണ് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരു 65 വയസ്സുള്ള ഒരു അമ്മച്ചി 130 രൂപ വാടക കൊടുത്ത് ജീവിക്കുന്ന ജീവിതമെന്ന് അതിന് പറയാൻ കഴിയില്ല, ജീവിതമെന്നൊന്നും അതിന് പറയാൻ കഴിയില്ല.
മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന അതുപോലൊരു തകർച്ചയിലിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നൊരു അമ്മച്ചി എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു എന്ന് എനിക്കറിയാം. ആ ഒരു നിലവാരത്തിലാണ് ഞാൻ ആ സുവിശേഷം കേട്ടത്. പക്ഷേ ഈ മാതാവ് എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, യേശു നിന്നെ വിടുവിക്കും. ആ പദത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നോട് പറഞ്ഞ അമ്മച്ചിയുടെ ഉറപ്പ് എന്നോട് അമ്മച്ചി ഇത് പറയുമ്പോൾ ഈ അമ്മയുടെ അകത്തൊരു ഉറപ്പ്. എന്നെ കേൾക്കുന്നുണ്ടോ? എനിക്കതിൽ വലിയ വിശ്വാസം ഇല്ല. കാരണം ഞാനൊരു ക്രിസ്ത്യാനി അല്ല. ഒരു മനുഷ്യൻ എത്ര മരണാവസ്ഥയിൽ കിടന്നാലും അവൻ്റെ മതം, സംസ്കാരം, പാരമ്പര്യം, കൾച്ചർ അതവൻ എന്നും വിലപ്പെട്ടതാണ്. അതിൻ്റെ മഹത്വത്തെക്കാൾ ഒരു മഹത്വം അവൻ്റെ മേൽ തുറക്കപ്പെടുമ്പോൾ മാത്രമേ അവനായിരുന്നതിൻ്റെ ബലഹീനത അവന് മനസ്സിലാവും. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് എൻ്റെ മതം, എൻ്റെ സംസ്കാരം, എൻ്റെ കൾച്ചർ, എൻ്റെ അപ്പനപ്പന്മാരുടെ കുടുംബ പാരമ്പര്യം ഇതെല്ലാം എനിക്ക് വിലപ്പെട്ടതായിരുന്നു. അവിടെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളും ശാപങ്ങളും നിമിത്തം എല്ലാം നഷ്ടപ്പെട്ട്, ജാതക ശാപം എഴുതപ്പെട്ട്. നിങ്ങളെൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ അനുഭവം കേൾക്കാം. ഇവിടെ ഞാനത് പറയുന്നില്ല. ഞാൻ ഈ വചനത്തിലേക്ക് വരികയാണ്. തകർന്ന് മതം കൈവിട്ട് ആഭിചാരം, അനാചാരം, ദുരാചാരം, ആചാരം, അപ്പം ഇതെല്ലാം കുറേ കാറ്റഗറിയാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് ഇതൊന്നും അറിയത്തില്ല. ആചാരമെന്ന് പറഞ്ഞ് ചെയ്യുന്ന പലതും അനാചാരമാണ്. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് വിധി പറഞ്ഞ് മരിക്കാനിറങ്ങിയ ഒരമ്മയുടെ മകനാണ് ഞാൻ. 7ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അപ്പൻ നഷ്ടപ്പെട്ടു. അത് ശാപത്തിൻ്റെ പ്രഹരമാണെന്ന് എൻ്റെ മതം വിധി എഴുതി. രക്തം കൊടുത്താരാധിച്ചു, ശരീരത്തിലൂടെ ശൂലം കുത്തിയിറക്കി ആരാധിച്ചു. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടും എൻ്റെ മേലെഴുതിയ ജാതകത്തിൽ നിന്ന് എനിക്കൊരു മോചനം ഉണ്ടാകുമെന്ന് ഈ മതത്തിലെ ആരും സംസാരിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഒരു അമ്മ വന്ന് പറയുന്നത്, യേശു നിന്നെ വിടുവിക്കും. ഈ അമ്മ എന്നോടൊരു 10 മിനിറ്റേ സംസാരിച്ചുള്ളൂ. ഈ 10 മിനിറ്റ് ഈ അമ്മ എന്നോട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്കുള്ളതിനേക്കാൾ ഉറപ്പ് ഈ വന്നയാൾക്കുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ചർച്ചിൽ പഠിപ്പിക്കും, സുവിശേഷം പറയാൻ അറിയാത്തവർ സുവിശേഷം പറയരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യേശു പറഞ്ഞത് എല്ലാവരും പോയി പറയണമെന്ന് തന്നെയാണ്. എല്ലാവരും പോയി പറഞ്ഞതാണ് ഇന്നത്തെ ഭാരതത്തിൻ്റെ പല അവസ്ഥയ്ക്കും കാരണം. എൻ്റെ വാക്കുകൾ വ്യത്യസ്തമായിരിക്കും. ഉറങ്ങിയിരുന്ന് കേൾക്കരുത്. ഉറങ്ങിയിരുന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിൽ പോയി പറയും, അരവിന്ദ് മോഹൻ വന്ന് പ്രസംഗിച്ചു, സുവിശേഷം പറയരുതെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവസാനം വരെ ഉറങ്ങണം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഉണരുമ്പം ഒരു ബന്ധവും ഇല്ലാത്തതൊക്കെ കേൾക്കും. അവസാനം പോയി പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? പുള്ളി പ്രസംഗിക്കുന്നിടത്ത്. നീ ഉണ്ടായിരുന്നു, പക്ഷെ നീ ഉറങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഉറങ്ങ. ഇവിടെ അങ്ങനെ ആരുമില്ല. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചുണർത്തും. സുഖമായിട്ട് ഉറങ്ങണം. ഇല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചർച്ചിലെ ഒരു പ്രധാന നിയമത്തിൽ ഒന്ന്, സുവിശേഷം പറയാൻ ആഗ്രഹമുള്ളവർ ആദ്യം എന്നോട് സുവിശേഷം പറയണം. ചിലർക്ക് ഭയങ്കര ആഗ്രഹമാണ് സുവിശേഷം പറയാൻ. പക്ഷെ ഈ പറയുന്നത് സുവിശേഷം അല്ലെന്ന് അവർക്കും അറിയത്തില്ല. അപ്പം ഞാൻ പറയും, ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? ചിലർ കൈ ഉയർത്തും. ഞാൻ പറയും, ഇന്ന് ഓഫീസിൽ വന്ന് എന്നോട് 10 മിനിറ്റ് സുവിശേഷം പറയണം. പിന്നെ അവരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? എൻ്റെ എക്സ്പീരിയൻസ്. ഈ അമ്മ എന്നോട് പറഞ്ഞ സുവിശേഷം 10 മിനിറ്റേ പറഞ്ഞുള്ളൂ. അത് വലിയ ആധികാരിക വചനമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ പറഞ്ഞതിൽ എനിക്കുണ്ടായൊരു ഉറപ്പ്, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് എനിക്കില്ലാത്ത ഉറപ്പ് ഈ അമ്മച്ചിക്കുണ്ട്. ആ ലെവലിലാണ് ഈ അമ്മച്ചി എന്നോട് സംസാരിച്ചത്. എന്തുകൊണ്ടാണ്? ആദ്യമായി കണ്ട എൻ്റെ ലൈഫിൽ ഒരു വലിയ അനുഗ്രഹവും ഉയർച്ച ഉണ്ടാകുമെന്ന്
ഈ അമ്മച്ചി ഇത്ര ഉറപ്പോടെ പറയാൻ കാരണം ആ അമ്മച്ചി പറഞ്ഞത് യേശുവിന്റെ നാമമാണ്. എത്ര തകർന്നവന്റെ അടുക്കലും നമ്മൾ യേശുവിന്റെ നാമത്തിന്റെ സുവിശേഷം പറയുമ്പോൾ അവിശ്വസിക്കുന്നവന് വിശ്വാസം ഉണ്ടാക്കണം. ആ ലെവലിൽ പറയണം. കാരണം നീ പറയുന്നത് ഒരു മതത്തിന്റെ ആശയമല്ല, ജീവനെ കുറിച്ചാണ്. രണ്ട് ഈ അമ്മച്ചി എന്നോട് പറഞ്ഞത്, ഇവിടെ അടുത്ത് എന്റെ ചർച്ചുണ്ട്. അതൊക്കെ നമ്മൾ പറയും പോലെയൊന്നും അല്ല. അമ്മച്ചിയുടെ പറച്ചിൽ കേട്ടാൽ ഇനി ആ സ്ഥലത്ത് പോയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല. ആ ലെവലിൽ പറഞ്ഞു, എനിക്കിവിടെ അടുത്തൊരു ചർച്ചുണ്ട്, അവിടെ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ചരിത്രം മാറും. നമ്മളും പറയുന്നു ഇവിടെ ഒരു ചർച്ചുണ്ട്, ഞങ്ങൾക്കൊരു പാസ്റ്ററുണ്ട്, എപ്പോ വിളിച്ചാലും കിട്ടും. അപ്പോഴേ തീർന്നു. അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്ററെ കുറിച്ച് നാച്ചുറലായി പറയരുത്. ഹലോ, ഇവിടെ MBBS എടുത്തിരിക്കുന്ന ഒരു ഡോക്ടറെ കാണാൻ അടുത്ത വ്യാഴാഴ്ച പോകണമെങ്കിൽ ഈ ബുധനാഴ്ച നീ ടോക്കൺ എടുക്കണം. വേണ്ടിയില്ല അല്ലേ? അതെന്താ? ദേ ആർ വെരി ബിസി. നമ്മുടെ പാസ്റ്റർ, ഓ പുള്ളി അവിടെയുണ്ട്, വേണമെങ്കിൽ ഇപ്പൊ ഞാൻ കൊണ്ടുപോവാ. ഇല്ല. ഈ ഭൂമിയിൽ ഏത് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയെക്കാളും പവർഫുൾ ആണ് എൻ്റെ പാസ്റ്റർ. ഞാനൊരു ചർച്ചിന്റെ പാസ്റ്റർ ആയതുകൊണ്ടും ഇതൊരു ചർച്ച ആയതുകൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തിന് എത്രത്തോളം വിലയുണ്ടോ അത്രത്തോളം ദൈവം നിങ്ങൾക്ക് വേണ്ടി വച്ചേക്കുന്ന നിങ്ങളുടെ ആത്മിക പിതാവിനും വിലയുണ്ട്. ഈ ചർച്ചിൽ ഒരുപാട് ഗസ്റ്റ് വരും, ഒരുപാട് ശുശ്രൂഷകൾ വരും. അവർ അവരുടെ കൃപാവരങ്ങളിൽ നിന്ന് ശുശ്രൂഷിക്കും. പക്ഷെ നിങ്ങളുടെ ഇടയൻ ഹൃദയത്തിൽ നിന്ന് ശുശ്രൂഷിക്കും. ഒരു കൂട്ടം പെന്തക്കോസ്ത് മലയാളികൾക്ക് സംഭവിച്ച പരാജയം ടാമി കോഴഞ്ചേരിക്ക് സംഭവിക്കയില്ല. കാരണം ഈ ചർച്ച് വ്യത്യസ്തമാണ്. ഈ ചർച്ചിന്റെ ചലനം വ്യത്യസ്തമാണ്. 2026 ഈ ദൈവസഭയുടെ മേൽ ഒരു ആത്മീക ആകർഷണം വരാൻ പോവുകയാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞാൻ വരുമ്പോൾ ഞാൻ കേട്ട ദൈവശബ്ദമാണ് a divine attraction. ഈ രാത്രി കർത്താവ് തുറക്കുകയാണ്. ഒരു ഡിവൈൻ അട്രാക്ഷൻ, ഒരു കാന്തിക വലയം, ഒരു മാഗ്നറ്റിക് പവർ. കർത്താവിനോട് പറഞ്ഞു, നീ അത് തുറക്കണം. ഈ ചർച്ച് ഒരു മാഗ്നറ്റിക് പവർ ആകാൻ പോവാണ്. ജനങ്ങളെ വലിച്ചെടുക്കുന്ന, ദേശത്തെ വലിച്ചെടുക്കുന്ന ഒരു മാഗ്നറ്റിക് അനോയിന്റിംഗ് പവർ. ഈ സഭയുടെ മേൽ തുറക്കുന്നു. ആമേൻ. ഇതെന്റെ പ്രസംഗമല്ല, ഇപ്പോ ഞാൻ പറഞ്ഞത് പ്രസംഗമല്ല, ഞാൻ കേട്ട ദൈവശബ്ദമാണ്. കർത്താവിനോട് ഞാൻ ചോദിച്ചു, ഈ ചർച്ചിനോടുള്ള ഏത് റലമ കർത്താവെ ഞാൻ ചെല്ലുന്നതോടെ തുറക്കേണ്ടത്? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ചിലത് തുറക്കും. ഞാനും സാംപാസ്റ്ററും എപ്പോ ഷേക്കൻഡ് കൊടുത്തോ അപ്പൊ എനിക്ക് ചിലത് തുറക്കും. സ്പിരിച്വൽ റലം അങ്ങനെയാണ്. അദ്ദേഹത്തിന് മിനിസ്ട്രി ഇല്ലാത്തത് കൊണ്ടല്ല ഇവിടെ ഗസ്റ്റിനെ വിളിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ ഒരു അഭിഷക്തൻ വരുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അടുക്കൽ ആ ദൈവമനുഷ്യൻ വരുമ്പോൾ അദ്ദേഹം അനുഗ്രഹിക്കപ്പെടും. ഇത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഇത് ഗീവ് ആൻഡ് ടേക്ക് ആണ്. ഒരു എൻകൗണ്ടറുകൾക്ക് പുറകിൽ അങ്ങനെ ചിലതുണ്ട്. ഈ രാത്രി ഇതൊരു എൻകൗണ്ടർ ആണ്. ഈ ചർച്ചിന്റെ മേൽ എന്താണ് തുറക്കാൻ പോകുന്നത്? കർത്താവിനോട് പറഞ്ഞു, ഒരു ഡിവൈൻ അട്രാക്ഷൻ.
ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിശ്വസിക്കേണ്ടി വരും. എപ്പോ? ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ നിങ്ങൾ ഇതിനെ എങ്ങനെ അങ്ങോട്ട് നീക്കാം ഇങ്ങോട്ട് നീക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ദൂതോർമ്മിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടും പല മേഖലയിലും ചലിക്കാൻ പറ്റിയില്ല. പക്ഷെ ആത്മതലം തുറക്കുന്നു. നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടല്ല, നിങ്ങൾ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ട് ഈ ദൈവസഭ ചില ലാൻഡിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഡിവൈൻ അട്രാക്ഷൻ. മഹത്വത്തിന്റെ തലത്തിന്റെ പ്രത്യേകത നമ്മൾ പോയി ആളെ വിളിക്കുക അല്ല, നമ്മൾ നടന്നു ചെല്ലുമ്പോൾ ആൾക്കാർ പുറകെ വരികയാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ആമേ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതൊന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷക്തൻ. 2, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചർച്ച്. ഇത് രണ്ടിനും നിങ്ങളുടെ ഏത് ചരിത്രവും തിരിക്കാൻ പറ്റും. ഇത് വിശ്വസിച്ചിട്ട് വേണം ഈ ഡോർ തുറക്കാൻ, അല്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നുമില്ല. എനിക്ക് ഞായറാഴ്ച പെന്തക്കോസ് ആയതുകൊണ്ട് ഒരു ചർച്ചിൽ പോകണമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങള് വിശ്വാസികളാണല്ലോ, അപ്പൊ ഞായറാഴ്ച ഒരു ചർച്ച് വേണമല്ലോ. നീ വിശ്വാസി ആയതുകൊണ്ടും നിനക്ക് ഞായറാഴ്ച കലണ്ടറിൽ ഉള്ളത് കൊണ്ടും ഒരു ചർച്ച് വേണമെന്നുള്ളത് കൊണ്ടും അല്ല ഇതിവിടെ ഇരിക്കുന്നത്. നിന്റെ ചരിത്രം തിരിക്കാൻ, നിന്റെ തലമുറയുടെ ചരിത്രം തിരിക്കാൻ ദൈവം ഭൂമിയിൽ വച്ചേക്കുന്ന ഒരു സ്പിരിച്വൽ പോർട്ടലാണ് ഈ സ്ഥലം. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ വിശ്വസിച്ചിട്ട് വേണം നിങ്ങൾ ഇതിനകത്തിരിക്കാൻ. കരമുയർത്തി ആമേൻ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തന്നത്. 1, എൻ്റെ തലയിൽ ആദ്യം കൈവച്ച് പ്രാർത്ഥിച്ച എൻ്റെ പാസ്റ്റർ. 2, എനിക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തുറന്നു തന്ന ചർച്ച്. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം തിരിക്കാൻ ദൈവം ഉപയോഗിച്ചു. ഞാനൊരു ശുശ്രൂഷകനാകുമെന്നും ഞാനൊരു അഭിഷക്തനാകുമെന്നും എന്നോട് പ്രവചിച്ചത് കേരളത്തിൻ്റെ മേജർ പ്രൊഫറ്റ്സ് അല്ല. നീ ലോകരാജ്യങ്ങളിൽ ദൈവ മഹത്വത്തിൽ ഇവിടെ നിൽക്കുമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് കേരളത്തിലെ ഫേമസ് പ്രീച്ചേഴ്സ് അല്ല, വലിയ പ്രസംഗിക്കാൻ അറിയാത്ത, ഒരു ഫേമസും അല്ലാത്ത ഞാൻ കയറി ചെന്ന ഷാരോൺ ചർച്ചിലെ ഒരു പാസ്റ്ററാണ്. ആമേൻ. ബൈബിളിന്റെ ABCD അറിയാതെ ചെന്ന എനിക്ക്, ബൈബിൾ എന്തൊന്നു പോലും അറിയാത്ത എനിക്ക്, ആദ്യമായി 8 വരിയുടെ വെളിച്ചം എന്ന ഒരു പ്രസംഗം എനിക്ക് എഴുതി തന്ന് എന്നെ കൊണ്ട് പഠിപ്പിച്ച് ഈ ഷാരോൺ ചർച്ചിന്റെ യൂത്ത് മീറ്റിംഗ് ആയ CEM എന്ന് പറയും, അതിൽ എന്നെ കൊണ്ട് പ്രസംഗിപ്പിച്ച് 8 സെന്റൻസ് തന്നെ പറഞ്ഞ് ഞാൻ തെറ്റിച്ച് 8 സെന്റൻസ് പറയാൻ 80 ഹല്ലേലൂയ പറഞ്ഞ് എല്ലാവരുടെയും കളിയാക്കൽ കേട്ട് നാണം കെട്ട് ഞാൻ ഇറങ്ങി ആ എഴുതി തന്ന പേപ്പർ ചുരുട്ടി പാസ്റ്റേജ് ചെന്ന് പാസ്റ്റർ ഇരുന്ന ഡെസ്കിന്റെ മുകളിൽ എറിഞ്ഞിട്ട് ഇനി മേലിൽ ഈ പരിപാടിയും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് ഞാൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ലോകരാജ്യങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, ദൈവം നിങ്ങൾക്ക് വച്ചിരിക്കുന്ന അഭിഷക്തന്റെ ചെറിയ വാക്കും വലിയ വാക്കും അദ്ദേഹം നിങ്ങളെ നോക്കി ചിരിക്കുന്നത് പോലും നിങ്ങളുടെ അനുഗ്രഹമാണ്. ഇത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. എന്റെ സഭ, എന്റെ പാസ്റ്റർ, അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നവർ അല്പനിമിഷങ്ങൾ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന അഭിഷക്തനെ കുറ്റം പറയരുത്. ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്ന ചർച്ചിനെ കുറ്റം പറയരുത്. നിങ്ങൾ ഇതിനെ എത്രത്തോളം വിലയോടെ കാണുമോ അത്രത്തോളം ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകും. അടുത്തിരിക്കുന്നവരെ കരം പിടിച്ചിട്ട് പറ, എൻ്റെ പാസ്റ്ററും എൻ്റെ ചർച്ചും എനിക്കൊരു വലിയ അനുഗ്രഹമാണ്. താങ്ക് യു. ആമേൻ. ആമേൻ.
എൻ്റെ ജീവിതത്തിൽ ഓരോ ആത്മീക ഉയർച്ചകളും ആത്മീക വളർച്ചകളും സ്റ്റെപ്പ് ബൈ ആയിട്ടാണ് സംഭവിച്ചത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഞാൻ പറയുന്നത് എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഓരോ സ്റ്റെപ്പ് കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെ, എൻ്റെ ചർച്ചിനെ, എൻ്റെ മിനിസ്ട്രിയെ ഞാൻ മനസ്സിലാക്കിയതാണ്. ഞാൻ 15 വർഷത്തിലധികമായി കർത്താവിൻ്റെ നാമം ശുശ്രൂഷിക്കുന്നു. 10ഓളം വർഷമായി ദൈവം എനിക്ക് 3 ചർച്ചുകൾ എഴുന്നേൽപ്പിച്ചത്. 16-ലധികം ശുശ്രൂഷകർ എനിക്കുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രായം കൂടിയ പാസ്റ്റർ ഞാനാണ്. വളരെ ശക്തമായി മൂവ് ചെയ്യുന്ന ചർച്ചുകളുണ്ട്. വളരെ റിവൈവൽ നടക്കുന്ന ചർച്ചുകളുണ്ട്. അതിൻ്റെ പാസ്റ്റർമാർക്ക് 22, 23 വയസ്സേ ഉള്ളൂ. പക്ഷെ അവരുടെ മുമ്പിൽ വന്നിരിക്കുന്നവർക്ക് 50, 60 വയസ്സുണ്ട്. ഞാൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉപയോഗിക്കുന്നു. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ദൈവം എന്നെ ഓരോ സമയത്തിലും എന്നെ, എൻ്റെ ചർച്ചിനെ, എൻ്റെ ശുശ്രൂഷകരെ, എൻ്റെ ഫാമിലിയെ, എൻ്റെ സമ്പത്തിനെ എല്ലാം അതാ ഞാൻ പറയുന്നത്, സ്റ്റെപ്പ് ബൈ ദൈവം എഴുന്നേൽപ്പിച്ചു. ഈ 10-15 വർഷത്തെ ചരിത്രം ഞാൻ പറയാം. ദൈവം എന്നെ ഒരു സ്റ്റെപ്പ് അപ്പാക്കിയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന നിമിഷം വരെ ഒരു മേഖലയിലും എന്നെ സ്റ്റെപ്പ് ഡൗൺ ആക്കിയിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരോട് സംസാരിക്കുന്നു. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു പടി ദൈവം എന്നെ എടുത്തു വച്ചാൽ ഒരിക്കലും അതിൽ നിന്ന് ഇറങ്ങി താഴെ പോകാൻ എന്നെ അനുവദിക്കരുത്. ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളോട് ആത്മാവ് പ്രവചിക്കുന്നു, ഈ ഫാസ്റ്റിംഗിൽ ദൈവം നിനക്കൊരു സ്റ്റെപ്പ് അപ്പ് തരാൻ പോകുകയാണ്. അതിന്റെ പ്രത്യേകത, അതിലൊരിക്കലും നിനക്കൊരു സ്റ്റെപ്പ് ഡൗൺ ഇല്ല. എൻ്റെ ആത്മീയ ജീവിതത്തെ യേശു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി പൗലോസാണ്. ആമേൻ. എൻ്റെ ആത്മീയ ജീവിതത്തിന്റെ ഒരു മെന്റർ, ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, അതിലൊരു മെന്റർ പൗലോസാണ്. ഉറങ്ങുന്നില്ലല്ലോ? ഇല്ല. ചിലരില്ലെങ്കിൽ പോയി പറയാം, മരിച്ചുപോയ പൗലോസിന്റെ ആത്മാവിനെയും കൊണ്ടാണ് അവൻ നടക്കുന്നത്. എനിക്ക് പേടിയുണ്ടാകും. സഹോദരങ്ങളെ, എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞല്ലോ, ഈ കഷ്ടതയുടെ അവസാനത്തെ വാക്ക് എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അപമാനത്തിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ദാരിദ്ര്യത്തിന്റെ അവസാനത്തെ തട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ട്രിവാൻഡ്രം പട്ടണത്തിൽ റോഡ് ടാറ് ചെയ്യുന്ന, റോഡ് പണിക്ക് നടന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. എൻ്റെ അമ്മയും പെങ്ങളെയും പോറ്റാൻ വിദ്യാഭ്യാസം മടക്കേണ്ടി വന്ന പരാജിതനെന്ന് എനിക്ക് തോന്നിയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എൻ്റെ ചർച്ചിലെ പാസ്റ്ററിന് വിശ്വാസികൾ കൊണ്ടുകൊടുക്കുന്ന, പണ്ട് ഇപ്പം അതില്ല, അരി, പഞ്ചസാര, മുളക് പൊടി ഓഫറിങ് ഇടുന്നതിൻ്റെ കൂടെ ഒരു കവറും സഞ്ചി ഇങ്ങനെ കൊണ്ടുവയ്ക്കും. നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യമില്ല. അത് വംശനാശ ഭീഷണി സംഭവിച്ചു. ഞാനായിരുന്നു തോന്നുന്നു എൻ്റെ അവസാനത്തെ ഇര. ഇനി നിങ്ങൾക്ക് ഞായറാഴ്ച ഓഫറിങ് ഇടാൻ ഇവിടെ പഞ്ചസാര, അരിയൊന്നും കൊണ്ടുവയ്ക്കേണ്ട. പകരം നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ, അതുപോലെ ഇപ്പുറത്തൊരു ലിസ്റ്റും കൂടെ തയ്യാറാക്കണം. അങ്ങനെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞു ഇല്ല. അതാ ഞാൻ പറഞ്ഞു, നാളെ മുതൽ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ചിലർ പറയാം, ഞങ്ങളുടെ വീട്ടിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ തന്നെ പ്രശ്നം ഞങ്ങൾക്കേ അറിയാവൂ പാസ്റ്ററെ. നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി അറിയാവുന്ന ആളാണ് നിങ്ങളുടെ ഇടയൻ. അത് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. നിങ്ങളെത്ര ഞെരുക്കമുള്ളവരാകട്ടെ, നിങ്ങളുടെ സാലറി എത്ര കുറഞ്ഞ ആകട്ടെ, പക്ഷെ ഈ കാര്യം നിങ്ങൾ ഇന്ന് രാത്രി മുതൽ ചെയ്യണം. അടുത്ത മാസം നിങ്ങൾ നിങ്ങളുടെ വീടിന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ, നിങ്ങൾ വലിയ ലിസ്റ്റൊന്നും തയ്യാറാക്കണ്ട. കാരണം നിങ്ങൾ തയ്യാറാക്കുന്ന ലിസ്റ്റ് ഞങ്ങൾക്ക് 2 ദിവസം പോലും തികയില്ല. ചിലർ 500 രൂപ ഇട്ടിട്ട് അവർ പറയുന്ന 5 ലക്ഷം ഇട്ടെന്നാണ്. നമ്മൾ ഈ 4 പേരെയും കൊണ്ട് ഇവിടെ നിന്ന് കോഴഞ്ചേരി തിരിച്ചു വരുമ്പോൾ 500 അല്ല 1000 തീർന്നു.
ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയാൽ എൻ്റെ 2 കാറ് ഫില്ലായി. ആര്? ചായ കുടിക്കാനുള്ളവന്മാർ. സത്യം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് എൻ്റെ മൂത്ത മകനാണ്. കുറച്ച് അവനിപ്പോൾ 9 വയസ്സായി. 2 വയസ്സൂടെ കഴിഞ്ഞ് അവൻ വന്ന് പറയും, അവന് KFC വാങ്ങാൻ പറ്റൂല, അവനൊന്നും വാങ്ങാൻ പറ്റില്ല. അതെന്താ? അവന് വാങ്ങണമെങ്കിൽ 10 പേർക്ക് വാങ്ങണം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ അഭിഷക്തരും കുടുംബവും മക്കളും അവർ നിങ്ങൾക്ക് വേണ്ടി നിയോഗത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും ഡെഡിക്കേറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് അറിയത്തില്ല. എപ്പോഴും അത് മനസ്സിലാക്കണം. നമ്മുടെ ദൈവദാസന്മാർ ചിരിച്ചോണ്ടേ നിൽക്കൂ, ഞാനും ചിരിച്ചോണ്ടേ നിൽക്കൂ. എൻ്റെ വരവൊക്കെ കണ്ടാൽ നിങ്ങൾ പോലും ഞെട്ടും. എൻ്റെ ചർച്ചിലുള്ളവരെ ഞെട്ടിയിരിക്കുക. ഞങ്ങൾ അങ്ങനെ വരൂ. എന്തുകൊണ്ടാ? We are the ambassadors of the kingdom of God. Hallelujah. ഞങ്ങൾ ദരിദ്ര രാജ്യത്തിന്റെ ആൾക്കാരല്ല. Amen. ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ ആൾക്കാരാണ്. Amen. എന്റെ ദൈവം വാഴുന്നു. Amen. Hallelujah. Hallelujah. നിങ്ങൾക്ക് വലിയ ലിസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ചെറിയൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അതാ ഞാൻ പറഞ്ഞു. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ ചർച്ചയിൽ പറഞ്ഞു. അപ്പോൾ ഒരു പാവപ്പെട്ട അമ്മച്ചി, എനിക്കറിയാം അമ്മച്ചിക്ക് ഒന്നുമില്ല, നമ്മൾ എന്തേലും അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അമ്മച്ചി ജീവിക്കുന്നത്. അപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ എന്ത് ചെയ്യും പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, അമ്മച്ചി 1 കവർ ഉപ്പിന് എത്ര രൂപയുണ്ട്? സാധാരണ അമ്മച്ചി 1 കവർ ഉപ്പ് വാങ്ങിച്ചോണ്ട് വന്നാൽ മതി. ഞാനിത് പറഞ്ഞത് സഭാവിശ്വാസികളെല്ലാം കേട്ടു. അടുത്ത മാസം ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ച് നേരെ കിച്ചണിലെ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി. സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, ഇതെല്ലാം കൂടെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ആർക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിക്കോണം. ഞാൻ നോക്കിയപ്പോൾ ഷെൽഫ് നിറയെ ഉപ്പ്. കേരളത്തിൽ ഉപ്പിൻ്റെ എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് ഞാൻ അന്നാണ് പഠിച്ചത്. ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും തോന്നി, ശരിയാ ഉപ്പിന് വില കുറവില്ല, എല്ലാവരും ഉപ്പ്. അതുപോലെ അടുത്ത മാസം ഇവിടെ ഉപ്പ് ഹോൾസെയിലായിട്ട് ഇറക്കരുത്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ വലിയ കാര്യമൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ചർച്ച ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊടുക്കുന്നത് കൊണ്ടൊന്നും അല്ല നമ്മുടെ പാസ്റ്റർമാർ ജീവിക്കുന്നത്. അങ്ങനെയൊന്നും തോന്നരുത്. നമുക്ക് കൊടുത്താൽ എത്ര കൊടുക്കാൻ പറ്റും? അവർക്കൊരു മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തുമാത്രം എക്സ്പെൻസ് എന്നറിയാമോ? നമുക്കറിയില്ലത്. പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അതിന്റെ ഭാഗമാകാതിരിക്കരുത്. ചിലരങ്ങനെ പറയും, ഓ ഞങ്ങൾ കൊടുത്തിട്ടൊന്നും അല്ല പാസ്റ്റർ ജീവിക്കുന്നത്. അല്ല, അതങ്ങനെ. അടുത്ത ആളോട് പറഞ്ഞ്, ഞങ്ങൾ കൊടുത്തിട്ടല്ല ഞങ്ങളുടെ പാസ്റ്റർ ജീവിക്കുന്നത്. പറയും. കാരണം ഈ നമ്മുടെ കേരള പെന്തക്കോസ്റ്റ് ചരിത്രം, എനിക്ക് വലിയ ചരിത്രം അറിയില്ല. കേരള പെന്തക്കോസ്റ്റ് ചരിത്രമുണ്ട്, എനിക്ക് വലിയ ചരിത്രം അറിയില്ല. ഞാനിപ്പോഴും പെന്തക്കോസിൻ്റെ കേരളത്തിലെ പെന്തക്കോസ് ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞാൽ തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ പറയാറില്ല. കാരണം ഈ പേര് തെറ്റിപ്പോയാൽ തീർന്നു. ഇപ്പം IPCയുടെ ആളാണോ സ്ഥാപിച്ചത്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആളാണോ സ്ഥാപിച്ചത്, പറയുമ്പോൾ ഇനിഷ്യൽ തെറ്റിയാൽ പിന്നെ ഇവർ തമ്മിൽ അടിയായിരിക്കും. അതുകൊണ്ട് ഞാനിത് പറയാറില്ല. ആരൊക്കെയോ സ്ഥാപിച്ചു, ദൈവം സ്ഥാപിക്കാൻ ഉപയോഗിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ ഈ പെന്തക്കോസ്റ്റ് ചരിത്രം ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ കേട്ട ഒരു മെസ്സേജ്, വിശ്വാസികളാണ് പാസ്റ്റർമാരെ പോറ്റുന്നത്. ചിലരിങ്ങനെ നോക്കിയിട്ട് ഇവനെ ആരടാ വിളിച്ചത്? അറിയത്തില്ല, ഈ കർത്താവ് ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ അറിയാതെ വിശ്വസിച്ചൊരു കാര്യമാണ്, സഭയാണ് പാസ്റ്ററെ പോറ്റുന്നത്. നമ്മൾ അതിനൊരു വാക്യവും കൂടെ പറയും. എന്താണ്? ഏലിയാവിനെ വിധവയെ കൊണ്ട് ദൈവം പോറ്റിച്ചു. നമുക്ക് വാക്യമുണ്ട് എന്തിനും. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ സെറഫത്തിലേക്ക് ചെല്ലുക, അവിടെ നിന്റെ കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കുടുംബത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബമാണെങ്കിൽ അവസാനത്തെ മാവും കുഴച്ചു വെച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. മരിക്കാനിരിക്കുന്ന കുടുംബത്തെയാണ് ഏലിയാവിന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നോടാണ് ദൈവം പറയുന്നത്, നീ ഇന്ന നാട്ടിലോട്ട് പോയിക്കോ, അവിടെ നിനക്ക് വേണ്ടിയുള്ളതെല്ലാം സെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ വാഹനവും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ വലിയൊരു വില്ലയിൽ നിന്ന് ഒരു അച്ചായനും അമ്മാമ്മയും കൂടെ ഇറങ്ങി വന്ന്, പാസ്റ്ററെ ദൈവാത്മാവ് ഞങ്ങളോട് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് AC റൂമിൽ കൊണ്ടിരുത്തി, രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, വൈകിട്ട് ഫുഡ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു.
ഏലിയാവിനോട് പറഞ്ഞു, നീ അവിടെ ചെന്നോ, ഇവിടെ ദേ കാക്ക രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഫുഡ് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക. അപ്പൊ ഇതിനെ സ്റ്റോപ്പ് ചെയ്തത് മറ്റൊരു പ്രൊഫഷൻ ഒരുക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹൈ ആയിരിക്കില്ലേ? ഇദ്ദേഹം ഇത് വിശ്വസിച്ചാ പോയത്. പക്ഷെ ഇദ്ദേഹത്തിന് അറിയത്തില്ല, ഇദ്ദേഹത്തിന് വേണ്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കുടുംബം അവസാനത്തെ 2 ദോഷം വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പറയാനുള്ളത്, പാസ്റ്ററെ ഞങ്ങളുടെ കയ്യിൽ 2 അപ്പമേ ഉള്ളൂ, മതി. സത്യം വേറൊന്നാണ്. നീ അല്ല ഏലിയാവിനെ പോറ്റാൻ പോകുന്നത്, ഏലിയാവും നിന്നെ പോറ്റാൻ പോവുകയാണ്. ഏലിയാവിനെ പോറ്റാനുള്ള കപ്പാസിറ്റി നിനക്കില്ല, പക്ഷെ നിന്റെ വീട്ടിൽ കിടക്കുന്ന മരണത്തെ തകർക്കാനുള്ള കപ്പാസിറ്റി നിന്റെ പ്രവാചകനുണ്ട്. നിന്റെ കുടുംബത്തിലെ ചരിത്രം ഇളക്കാനുള്ള കപ്പാസിറ്റി നിന്റെ പ്രവാചകനുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശൂന്യതകളിലാണ് ദൈവം അബൻഡൻസുകൾ ഒളിപ്പിച്ചു വച്ചേക്കുന്നത്. ശൂന്യതയുമായി വന്നവരോടുള്ള എന്റെ പ്രവചനം, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ ശൂന്യതയാണ് ചരിത്രം ഉണ്ടാക്കാൻ പോകുന്നത്. വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുക. ആമേൻ. അതുകൊണ്ട് എല്ലാം കിട്ടിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. അത് വന്നാൽ ഇത് ചെയ്യാം, ഇത് വന്നാൽ അത് ചെയ്യാം, ഇതും കൂടെ ഒരുമിച്ച് വന്നാൽ അതും കൂടെ ഒരുമിച്ച് ചെയ്യാം, അവരൊരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ പാസ്റ്റർ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നവർ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ചർച്ചിനെ പോലെ നിങ്ങളെ ശുശ്രൂഷിക്കുകയാണ്. നിങ്ങൾ ഈ പട്ടണത്തിൽ വളരുന്നത് എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ ഈ പട്ടണത്തെ പിടിച്ചടക്കി എന്ന വാർത്ത എനിക്ക് സന്തോഷം തരുന്നതാണ്. നിങ്ങൾ ഈ ദേശത്തെ പിടിച്ചടക്കി, നിങ്ങൾ രാജ്യങ്ങളെ പിടിച്ചടക്കി, ഇതിനകത്തുനിന്ന് അസാധാരണക്കാർ പുറത്തു വന്നു എന്ന് ഞാൻ കേൾക്കുമ്പോൾ അതെന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ഇവിടെ വളരുമ്പോഴും ഞാൻ തിരുവനന്തപുരത്ത് വളരുമ്പോഴും വളരുന്നത് ദൈവരാജ്യമാണ്, തകരുന്നത് സാത്താന്റെ രാജ്യമാണ്. നീ വളരുമ്പോൾ പിശാച് തളരും. ആമേൻ. നിങ്ങളെ പോറ്റാൻ നിങ്ങളുടെ പാസ്റ്ററിന് കഴിയും. ഏലിയാവ് സ്ത്രീയോട് പറഞ്ഞു, വിധവയോട് പറഞ്ഞു, നീ എനിക്ക് ഫുഡ് കൊണ്ടുവരണം. പക്ഷെ വിധവ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഫുഡ് ഇരിപ്പുണ്ട്, പക്ഷേ എല്ലാവർക്കും അത് ഫുഡാണ്, പക്ഷെ എനിക്കത് ഡെത്താണ്. ഞാൻ ഈ വിറക് കൊണ്ടുപോയി ഉണ്ടാക്കാൻ പോകുന്നത് ഫുഡല്ല പാസ്റ്റർ, ഞാൻ ഈ വിറക് കൊണ്ടുപോയി ഉണ്ടാക്കാൻ പോകുന്നത് ഡെത്താണ് എന്ന് പറഞ്ഞാൽ, ഒരു പ്രവചനാത്മാവിൽ ഞാൻ പറയാം, അവൾ ഉണ്ടാക്കുന്ന അപ്പക്കഷ്ണം ഒരു ബ്രെഡ് അല്ല, അതൊരു ഡെത്താണ്. ഏലിയാവിന്റെ ശബ്ദം, എനിക്ക് കൊണ്ടുവരിക. ഇന്നായിരുന്നെങ്കിൽ ഏലിയാവിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തീർക്കുവാനും. ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നെ ഇങ്ങനെ അങ്ങ് അയച്ചു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അത് ദാരിദ്ര്യമാണ്, ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിന്നുകൊണ്ട് 10 പാസ്റ്റർമാരെ വിളിച്ചിട്ട് പറയും, എന്തോ ഒരു തെറ്റ് പറ്റിയെന്നാണ് തോന്നുന്നത്, ഞാൻ ഈ വീട്ടിൽ വന്നു, ഈ വീട്ടുകാർക്കൊന്നുമില്ല, പാസ്റ്ററെ ഒരു കാര്യം ചെയ്യ്, ആരെങ്കിലും ഒക്കെ പറഞ്ഞൊരു 5000 രൂപ ഗൂഗിൾ പേ ചെയ്യ്, ഞാൻ ഇവരെയും കൊണ്ട് അപ്പുറത്തെ മാർക്കറ്റിൽ പോയി ഇവർക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കട്ടെ. പക്ഷെ എലിയോ പറഞ്ഞു, സാധനം വാങ്ങാനൊന്നുമല്ല, നിന്റെ വീട്ടിലുള്ള അവസാനത്തെ രണ്ടപ്പമാണ്, ഇനി കൊണ്ടുവരാൻ. നമ്മൾ എന്തോ പറയും, എടാ മനസ്സാക്ഷി ഇല്ലാത്തവനെ. നമ്മളാണെങ്കിൽ അവിടെ ചെന്ന് ഫണ്ട് പിരിച്ച് ഇവർക്ക് സാധനം വാങ്ങിക്കാൻ നിൽക്കും. ഏലിയാവ് അതല്ല,
അതാണ് പ്രൊഫറ്റിക് മൂവ്. Amen. ഏലിയോ പറഞ്ഞു, എനിക്കതൊന്നും അറിയണ്ട, നിന്റെ വീട്ടിലുള്ള ഭക്ഷണം എനിക്ക് കൊണ്ടുപോവാ, എന്നിട്ട് നീ പോയി ഉണ്ടാക്കി കഴിച്ചോളാം. Amen. അതിന് ഇത് തന്നാ പിന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേറൊന്നും ഇല്ലല്ലോ. അവിടെയാണ് മിസ്റ്ററി. ഇത് കൊണ്ടുവന്ന അഭിഷക്തൻ അത് കഴിച്ചാൽ ക്ഷാമം അവസാനിക്കുന്നത് വരെ നീയും നിന്റെ കുടുംബവും നിന്റെ ബന്ധുക്കളും ആ നാടും നിന്റെ വീട് ഒരു ഫീസ്റ്റായി മാറും. ഫ്യൂണറൽ നടക്കേണ്ട വീട്ടിൽ അടുത്ത നിമിഷം നടന്നതൊരു ഫീസ്റ്റാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പ്രവാചക ചലനം ഇവിടെ ഇരിക്കുന്ന പല വീടുകളിലും ചില വിരുന്നുകൾ ഒരുങ്ങാൻ പോകുകയാണ്. ജൂണിൽ ഇവിടെ ഇരിക്കുന്ന ഒരു വീടിന് വിരുന്നുണ്ട്. ഫീസ്റ്റുകൾ ഒരുങ്ങി വരുന്നു. ഫീസ്റ്റുകൾ ഒരുങ്ങി വരുന്നു. ഈ സഹോദരി കൊണ്ടുകൊടുത്തത് ബ്രെഡ് അല്ല, ഡെത്താണ്. അഭിഷക്തൻ എടുത്തു നുറുക്കിയത് ബ്രെഡ് അല്ല, മരണം ഒളിച്ചിരുന്ന ബ്രെഡിനെ പ്രവാചകൻ നുറുക്കിയപ്പോൾ ഞാൻ ആത്മാവി പറയാം, ചില മരണയാത്മാവുകൾ നുറുക്കപ്പെടുന്നു. നിന്റെ തലമുറയുടെ മേൽ ഇട്ടിരിക്കുന്ന the spirit of darkness right now ഈ ചർച്ച് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഫാസ്റ്റിംഗിന്റെ അവസാന സെക്ഷനുകളിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ ആത്മാവ് നുറുക്കുകയാണ്. പ്രാർത്ഥിച്ചോ. ഭയന്നു പോകുന്ന വിഷയങ്ങൾ നുറുങ്ങപ്പെടുന്നു. തകർക്കുമെന്ന് പറയുന്ന വിഷയങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഈ ആത്മതലത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ അത് നുറുങ്ങപ്പെടും. ആത്മമണ്ഡലത്തിൽ അതെനിക്ക് കാണാം. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന, നിങ്ങളെ വെല്ലുവിളിക്കുന്ന ആ വിഷയത്തെ ഈ ആത്മതലത്തിൽ വെച്ച് നമ്മൾ നുറുക്കാൻ പോവാം. ഇന്ന് രാത്രി എൻ്റെ കൂടെ നിങ്ങൾ ആത്മതലത്തിൽ നിൽക്കണം. ഇനി അത് നമ്മുടെ വീട്ടിൽ ഭയപ്പെടുത്താൻ വേണ്ടി ആവശ്യമില്ല. ഇനി അത് നമ്മുടെ തലമുറയെ നിരാശപ്പെടുത്താൻ അവിടെ ഇരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അതിന് ഞങ്ങൾ നുറുക്കാൻ പോവാണ്. ഹോ ഹല്ലേലൂയ. ആ രോഗത്തെ നുറുക്കിക്കളയുക, ആ ദാരിദ്ര്യത്തെ നുറുക്കിക്കളയുക. The spirit of poverty, the name of Jesus. സഭ നുറുക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ കാണിക്കുന്നു. നിങ്ങളുടെ അഭിഷക്തന് നിങ്ങളെ ജീവിപ്പിക്കാൻ കഴിയും. അത് വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ കൊണ്ടുപോകുന്ന ഒരു ദൈവിക രഹസ്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, ഇത് സത്യവേദ പുസ്തകമാണ്, ഇത് വിശുദ്ധ വേദപുസ്തകമാണ്. എന്നാൽ ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഇതൊരു പ്രവചന ഗ്രന്ഥമാണ്. കയ്യിലിരിക്കുന്ന ബൈബിളിൽ തൊട്ട് പറഞ്ഞ് ഇതൊരു പ്രൊഫറ്റിക്കൽ ബുക്കാണ്. പാസ്റ്റർ, ഈ ചർച്ച് ഈ ഫാസ്റ്റിങ്ങോടുകൂടി ഞാൻ ഈ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ നമ്മളെ ട്രെൻഡ് കാണുന്ന പ്രൊഫറ്റിക്കൽ അല്ല. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രവാചകന്മാരാണ്. പാസ്റ്റർമാരെ കിട്ടാനില്ല. സത്യം, പാസ്റ്റർമാരെ കിട്ടാനില്ല. എല്ലാവരും പ്രവാചകർ. ഞാൻ ആ ട്രെൻഡ് അല്ല പറയുന്നത്. വ്യക്തമായും ഒരു പ്രവാചക അധികാര ഓഫീസ് ഇവിടെ തുറക്കും ഇന്ന്. ഞാൻ കണ്ട വിഷൻ പറയാ. ഒരു ന്യൂ ഓഫീസ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യത്തില്ലേ, ആ ഒരു ഇനാഗ്രേഷൻ സ്പിരിറ്റ് തലത്തിൽ ഇവിടെ നടക്കും.
ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭാവി പറയുന്ന പ്രവചന തലമല്ല. അത് ഞാൻ കുറച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രൊഫറ്റിക് റലത്തിൽ ഒരു അസാധാരണ ഗവൺമെന്റൽ ഓഫീസുണ്ട്. ഈ പ്രൊഫറ്റിക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗവൺമെന്റൽ റലമാണ്. ദൈവം ഭരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് പ്രൊഫറ്റിക്. ആ പ്രൊഫറ്റിക് ഇവിടെ ഇന്ന് ആക്ടിവേറ്റ് ആവും. ഇത് ആക്ടിവേറ്റ് ആയി എന്നതിന്റെ തെളിവ് വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ ലൈഫിൽ നടപ്പിലാകാൻ പോകുന്ന ചില കാര്യങ്ങളാണ്. വർഷങ്ങൾ കൊണ്ട് ചലിക്കാത്ത കാര്യങ്ങൾ ആഴ്ചകൾക്കകത്ത് നടപ്പിലാക്കി യാത്രകൾ ആരംഭിച്ച് മുടങ്ങിക്കിടക്കുന്നതിനെ തുറന്ന് സാങ്ഷനാകാത്തത് സാങ്ഷനാക്കി ദൈവസഭ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോവാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൈവം എൻ്റെ ലൈഫിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവിക രഹസ്യമാണ് ഞാൻ പറയുന്നത്. എ ഗവൺമെന്റൽ പ്രൊഫറ്റിക് റലം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഈ ദൈവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് ഓരോ റെവലേഷൻ അയച്ചിട്ടാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് ചെന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ആൾക്കാരെല്ലാം കൂടെ എനിക്ക് കെട്ടിത്തന്ന ഒരു ഷെഡായിരുന്നു എൻ്റെ 18-ാമത്തെ വയസ്സ് മുതൽ 23-ാമത്തെ വയസ്സ് വരെ ഞാൻ ജീവിച്ചത്. കാരണം 130 രൂപ വാടക കൊടുക്കാൻ അന്ന് എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നുകൊണ്ട് 5-6 മാസം കൊടുക്കാതിരുന്നപ്പം 130 രൂപയുടെ വീട് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ വരെ ഞങ്ങളെ ഇറക്കി വിട്ടു. അപ്പം ഞങ്ങൾ എന്തോ ഒരു ഗതികെട്ടവരാണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ എനിക്ക് വീട് വെച്ച് തന്ന ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ ജനിച്ചത് ദാരിദ്ര്യ വീട്ടിലല്ല. ഞാൻ ജനിച്ചതൊരു സമ്പന്നൻ്റെ മകനായിട്ടാണ്. പക്ഷെ ഞാൻ വിശ്വസിച്ച മതം, എനിക്കെഴുതിയ ജാതകം, ഇതെല്ലാം എന്നെ തകർത്തുകള. ഒരു ജാതകം എന്നെ തകർത്തപ്പോൾ എൻ്റെ 17-ാമത്തെ വയസ്സിൽ മറ്റൊരു പുസ്തകം എന്നെ തേടി വന്നു. എല്ലാവരും പറഞ്ഞു ഇത് ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമാണ്. ഇതൊരു പുരാതന ഗ്രന്ഥമല്ല, ഇത് വർത്തമാനകാല സത്യമാണ്. ബൈബിള് കയ്യെ പിടിച്ച് ചർച്ചയിൽ വരുമ്പോ ഞായറാഴ്ച ബൈബിള് കയ്യിലെടുത്തത് ചർച്ചയിൽ വരാൻ വേണ്ടി അല്ല. അയ്യോ ബൈബിൾ ഇല്ലാതെ എങ്ങനെ ചർച്ചയിൽ വരും? അതിനല്ല ബൈബിൾ എടുത്തത്. ഇത് ഒരു ക്രിസ്തീയ മതത്തിന്റെ പുരാതന ഗ്രന്ഥമല്ല. എല്ലാ മതങ്ങൾക്കും ഗ്രന്ഥമുണ്ട്, അത് പുരാതനമായി ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ഗ്രന്ഥമായി ഇതിനെ കാണരുത്. ഇത് ഇന്ന് രാത്രി 10 മണിക്കും സംസാരിക്കുന്ന, ഇന്ന് രാത്രി 10 മണിക്കും നിവർത്തിക്കുന്ന, ഇന്ന് രാത്രി 10 മണിക്കും ലൈവായി നിൽക്കുന്ന, ജീവനുള്ളതായി നിൽക്കുന്ന ഒരു പ്രവാചക പുസ്തകമാണ് ഈ രാത്രി നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്റെ ചർച്ചിലെ ഒരു അങ്കിൾ എൻ്റെ അവസ്ഥ, ഞങ്ങളുടെ അവസ്ഥ ആരുമില്ല. അപ്പൊ അവര് പറഞ്ഞല്ലോ, അയ്യോ പാവം, കയറി കിടക്കാൻ സ്ഥലമില്ല. അങ്ങനെ ആ പുള്ളിയുടെ വസ്തുവിൽ ഒരു ഷെഡ് കെട്ടി തന്നിട്ട് വാതിലിന് പകരം ഒരു ചാക്ക് വാങ്ങിച്ചോണ്ട് തന്നു. രാത്രി അത് കീറിക്കെട്ടി അതിനകത്ത് കിടക്കുമ്പോൾ 100 പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഇത് നശിക്കാൻ പോവാണ്. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ തുടങ്ങാൻ പോവാണ്. പ്രതിസന്ധിയിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നാട്ടുകാർ പറയും നിങ്ങൾ തീർന്നെന്ന്, കുടുംബക്കാർ പറയും ഇനി ഇല്ലെന്ന്, പക്ഷെ യേശു പറയും നിങ്ങൾ തുടങ്ങുകയാണ്. എൻ്റെ കുടുംബക്കാർ, എൻ്റെ ബന്ധുക്കൾ എല്ലാവരും കളിയാക്കി, അപവാദങ്ങൾ പറഞ്ഞു. ഒരു 10 വർഷം മുമ്പാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എൻ്റെ ബന്ധുക്കൾ എൻ്റെ കുടുംബത്തെ പീഡിപ്പിച്ച, തകർത്ത, ഒരുപാട് ഞങ്ങളെ തകർത്തു, പീഡിപ്പിച്ചു. എൻ്റെ അച്ഛൻ എനിക്ക് വെച്ച വീട് പോലും അവർ തന്നില്ല, വസ്തു തന്നില്ല, അടിമകളെ പോലെ അടിച്ചിറക്കി. എത്ര പ്രാവശ്യം ഞങ്ങളുടെ മുമ്പിലിട്ട് എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. അമ്മയെ കെട്ടിയിട്ടിട്ട് ഞങ്ങളെ, എന്നെ എൻ്റെ അനുജത്തി പെട്രോൾ ഒഴിച്ച് നിർത്തിയിട്ടുണ്ട് കത്തിക്കാൻ. അന്ന് അവരെല്ലാം എൻ്റെ ശത്രുക്കളായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് പറയാൻ പറ്റില്ല. ആ ചാപ്റ്റർ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കീറിക്കളഞ്ഞു. എന്തുകൊണ്ടെന്നറിയോ? അവരിൽ പലരെയും ഞാൻ സ്നാനപ്പെടുത്തി. അടുത്ത മാസം അതിൽ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിന്റെ സ്നാനം വീണ്ടും ഉണ്ട്.
ഞാൻ നിങ്ങളോട് എന്തു പറയാനാ വന്നേ? നിങ്ങൾ വിശ്വസിച്ചത് യേശുവിനെയാണ്. നിങ്ങൾ വിശ്വസിച്ചത് മതമല്ല. നമ്മൾ വിശ്വസിച്ചത് ഒരു ബന്ധമാണ്. നമ്മൾ കയറിയത് ഒരു റിലീജിയനിലല്ല. നമ്മൾ കയറിയത് ഒരു കുടുംബത്തിലാണ്. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഈ വസ്തുവിൽ ഒരു അഭയാർത്ഥിയെ പോലെ കുടില് കെട്ടിക്കണം. നാട്ടുകാർ ചിരിക്കുമായിരുന്നു. ചർച്ചിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നാട്ടുകാർ ചിരിക്കുമായിരുന്നു. അന്ന് ആ വസ്തുവിൽ എൻ്റെ കുടില് കിടന്നു. ഇന്ന് ആ വസ്തുവിന്റെ ആധാരത്തിൽ എൻ്റെ പേര് കിടക്കുന്നു. ഈ പാസ്റ്റർമാര് കഷ്ടത മാത്രമേ ചിലര് പറയുള്ളൂ, വിടുതൽ കിട്ടിയത് പറയില്ല. ഞാൻ ഞാൻ കഷ്ടത പറയില്ല, വിടുതൽ പറഞ്ഞുകൊണ്ടേ. അഭയാർത്ഥിയെ പോലെ വർഷങ്ങൾ കുടില് കെട്ടിക്കിടന്ന സ്ഥലം കർത്താവ് എന്റെ പേരെഴുതി അതിന്റെ അവകാശിയാക്കി മാറ്റിയെങ്കിൽ നീ എല്ലാ കാലത്തും അഭയാർത്ഥിയായി കിടക്കുകയില്ല. നീ എല്ലാ കാലത്തും ദരിദ്രനായി കിടക്കുകയില്ല. നീ എല്ലാ കാലത്തും അടിമയായി കിടക്കുകയില്ല. എല്ലാ കാലത്തും നിനക്ക് പോരാട്ടമില്ല. നീ പോരാടിയ സ്ഥലത്ത് നീ വാഴും. ആമേൻ. തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു റോഡ് ടാർ ചെയ്യുന്ന ജോലിക്ക് നടന്നപ്പോ എല്ലാരും പറഞ്ഞു അവൻ തീർന്നെന്ന്. അതേ പട്ടണത്തിന്റെ ഹൃദയത്തിൽ ദൈവം തന്റെ സഭ ഉയർത്തി. ഞാൻ എന്തിനാ പറയുന്നേ? നിങ്ങളുടെ അകത്ത് വിശ്വാസം കയറണം. ഞാൻ ഒരു ദിവസവും ഒരു മാസവും 5 വർഷവും നടന്ന കാര്യമല്ല ഈ പറയുന്നത്. നിങ്ങളുടെ കഥ എഴുതുന്നത് സാഹചര്യം അല്ല. നിങ്ങളുടെ ഓഥർ, നിങ്ങളുടെ എഴുത്തുകാരൻ ദൈവമാണ്. ലോകം ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് ദൈവം കോമ ഇടും. God is your author. സാഹചര്യം നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നിങ്ങളുടെ എഴുത്തുകാരൻ അതിന് താഴെ കോമ ഇട്ടിട്ട് ആ ചരിത്രത്തെ തിരുത്തി എഴുതും. My God is my author. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, അപ്പന്റെ അവസ്ഥയോ അമ്മയുടെ അവസ്ഥയോ വീടിന്റെ സാഹചര്യമോ അല്ല നിങ്ങൾ ആരാകുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകവും നിങ്ങളുടെ മേൽ അയക്കപ്പെടുന്ന പ്രവചനങ്ങളും തീരുമാനിക്കും. അങ്ങനെ ഒരു കുടിലിൽ ഞാൻ കിടക്കുമ്പോഴാണ് ആദ്യമായിട്ട് എൻ്റെ മുമ്പിൽ ഒരു റെവലേഷൻ തുറന്നു വരുന്നത്. അത് ട്രിവാൻഡ്രത്ത് ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗിച്ചൊരു വചനമാണ്. നീ ഇനി അടിമയല്ല, നീ മകനും അവകാശിയുമാണ്. എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ വചനമൊന്നും അന്ന് വായിച്ചിട്ടില്ല. കാരണം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ജസ്റ്റ് എ ബിലീവർ. പക്ഷെ ഈ വചനം ഞാൻ കേട്ടപ്പോൾ ഈ വചനം എന്നിലേക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനൊരു ശ്രേഷ്ഠത എന്താണെന്നറിയോ? ഇതിന് 2 പേരുണ്ട്. ഒന്ന് ലോഗോസ്, 2 റേമ. ലോഗോസ് എന്ന് പറഞ്ഞാൽ എഴുതിയ വചനം. എന്നാൽ എഴുതിയ വചനം ഈ ദൈവദാസനിലൂടെ, എന്നിലൂടെ, ഇവിടെ വരുന്ന ഗസ്റ്റിലൂടെ ഇത് സ്പോക്കൺ വേർഡാകും. ഇത് റിട്ടൺ വേർഡാണ് മോനെ, ഇത് റിട്ടൺ വേർഡാണ്. ഞങ്ങൾ പ്രസംഗകരായതുകൊണ്ടല്ല ഇത് വന്ന് ഇന്ന് പ്രസംഗിക്കുന്നേ. ഇതിനൊരു സ്വഭാവമുണ്ട്. റിട്ടൺ ആയി കിടക്കുന്ന ഇതിനെ ആരാണോ ആത്മാവിൽ സ്പീക്ക് ചെയ്യുന്നത്, അത് ഇതിന്റെ ആത്മതലമാണ്. അത് സ്പീക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പുസ്തകത്തിൽ നിന്ന് അത് ജീവൻ പ്രാപിച്ചിറങ്ങും. എഴുതപ്പെട്ട വചനം വെളിപ്പെട്ടു വരാൻ തുടങ്ങും. വിശ്വസിക്കുന്ന നിങ്ങളുടെ കൂടെ അത് ഇറങ്ങി വരും. ഈ വചനം എന്റെ മുമ്പിൽ പ്രസംഗിക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി ആ വചനം ഈ പുസ്തകത്തിൽ നിറങ്ങി എന്റെ കൂടെ നടക്കുന്നത് പോലെ. ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യണം. അല്ലാതെ കേൾക്കുന്ന പ്രസംഗം ഇതിനകത്തിട്ടേച്ചു പോകരുത്, കൊണ്ടു നടക്കണം. ഒരു കൂട്ടുകാരൻ നടക്കുന്ന പോലെ വചനം നടക്കണം. എന്തുകൊണ്ടാ ഈ നാട്ടുകാർ പറയുന്നേ നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കരുത്? എന്തുകൊണ്ട് അവർക്ക് ഈ പ്രസംഗം മാത്രം ഇത്ര വലിയ പ്രശ്നം?
നമ്മുടെ കൺവെൻഷൻ കേൾക്കുമ്പോഴല്ലേ അടയ്ക്കണം, ബോക്സ് തകർക്കണം, ഇവിടെ സൗണ്ടാണ്. എന്താ കാര്യം? നമ്മൾ ആരെങ്കിലും കൊല്ലാൻ പ്രസംഗിച്ചോ? നമ്മളിവിടെ ആരെങ്കിലും പ്രസംഗിച്ച് തീവ്രവാദിയാക്കിയോ? നമ്മളിവിടെ ഏതെങ്കിലും പ്രസംഗം സമാധാനം കെടുത്തിയോ? ഇല്ല. പക്ഷെ അവർക്കിത് കേൾക്കാൻ വയ്യ. എന്തുകൊണ്ടാ? നമുക്കറിയാത്തത് അവർക്കറിയാം. എന്തോന്ന്? വേദപുസ്തകത്തിൻ്റെ സ്പിരിച്വൽ അതോറിറ്റി. ഇത് എഴുതപ്പെട്ടതാണ്. പക്ഷെ ആത്മതലത്തിൽ ഒരാൾ ഇതിനെ പറയാൻ തുടങ്ങിയാൽ ഇത് അന്തരീക്ഷത്തിൽ ഇറങ്ങും. ഇത് നമുക്കറിയത്തില്ലെങ്കിലും മറ്റു മതങ്ങളിലെ വിച്ച് ക്രാഫ്റ്റ്, ഡീമോണിക് റലങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇതിൻ്റെ ശ്രേഷ്ഠത അറിയാം. അതുകൊണ്ടാണ് ഇതിനെ ഒതുക്കാൻ ശ്രമിക്കുന്നത്, ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇതിനെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇവർക്കറിയില്ല ഈ വചനം ജീവനുള്ളതായതുകൊണ്ട് ഇതിനെ ക്ലോസ് ചെയ്യാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഒന്നാമത്തെ ഷിഫ്റ്റ് എനിക്ക് തന്നത് ആ വേർഡാണ്. അന്ന് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് എൻ്റെ കുടിലിൽ ചെന്നിട്ട് അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിച്ചതുപോലെ അല്ലായിരുന്നു. കഴിഞ്ഞ രാത്രി എന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്ക കരയും, യേശുവേ എൻ്റെ സ്ഥിതി മാറ്റണേ, യേശുവേ എൻ്റെ അവസ്ഥ മാറ്റണേ, യേശുവേ. ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഈ വചനം എൻ്റെ അകത്ത് കയറി അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എനിക്ക് വേറെ വചനമൊന്നും വരുന്നില്ല, വേറെ വാക്കുകൾ വരുന്നില്ല. ഈ വചനം മാത്രം വരുന്നു. ഞാൻ അടിമയല്ല, ഞാൻ അവകാശിയാണ്, ഞാൻ മകനാണ്. കുറേ മാസം ഞാൻ ഇത് തന്നെ പറഞ്ഞു. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വഴി തുറന്നു വരുന്നത് ഞാൻ കണ്ടു. വഴി തുറന്നു വരുന്നത് ഞാൻ കണ്ടു. അന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഒരു മാറ്റത്തിന് ദൈവം തയ്യാറാക്കുമ്പോൾ ദൈവം ഇതിനകത്തുള്ള ഓരോ റെവലേഷൻ എന്നോട് സംസാരിക്കും. ഈ ദിവസങ്ങൾ ദൈവം ഒരു കാര്യം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവം എന്നിൽ ഒരു അപ്ഡേഷൻ നടത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എന്നെ USA-ലോട്ടല്ല അയക്കാൻ ശ്രമിക്കുന്നത്, ദൈവം ദൈവത്തിലേക്ക് എന്നെ വിളിക്കും. ഈ ശുശ്രൂഷ അപ്ഡേഷൻ ആഗ്രഹിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ചിലർ എന്നോട് പറയുന്നു, ഒരു 3 രാജ്യത്തിൽ പോയാലേ പാസ്റ്ററെ നമ്മുടെ ശുശ്രൂഷ ഇങ്ങനെ എന്തൊക്കെ അവർ പറയാറുണ്ട്, കത്തി ജ്വലിക്കുള്ളൂ. ഞാൻ പറയും ഓക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഒരു അപ്ഡേഷന് തയ്യാറാകുമ്പോൾ ദൈവം ദൈവത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പം ഈ ദൈവത്തിലേക്ക് ഞാൻ ചെന്നിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധമ തന്ന ഒരു ഉറപ്പെന്ന് പറഞ്ഞാൽ, ഈ റെവലേഷൻ ഞാൻ നിന്നോട് സംസാരിച്ചാൽ അടുത്ത് നീ പോകുന്ന ചർച്ചുകൾ ഇതുമായി കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കോളിംഗ് ആണ് ഈ അഭിഷക്തനിൽ നിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ഉറപ്പെന്തെന്ന് ചോദിച്ചാൽ, ദൈവം എന്നോട് ഇത് സംസാരിച്ചതിന് ശേഷം എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്ന ഒരു ചർച്ച്, ഒരു പാസ്റ്റർ, കുടുംബം, അവരുടെ മേൽ ഇത് വ്യക്തമായി തുറന്നു വരുമെന്നത് കഴിഞ്ഞ 10 വർഷമായി എൻ്റെ മിനിസ്ട്രി എക്സ്പീരിയൻസ് ഞാൻ അനുഭവിക്കുന്നതാണ്. ഞാൻ ആത്മാവിൽ ഈ ചർച്ചിനോട് പറയുന്ന ഒരു ഗവൺമെന്റൽ പ്രൊഫറ്റിക് റലം, ഒരു ഗവൺമെന്റൽ പ്രൊഫറ്റിക് റലം, അധികാരത്തിന്റെ പ്രവചന ഫലം. നിങ്ങളുടെ ഇടയൻ ഒരു ഗവൺമെന്റൽ പ്രൊഫറ്റായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു 15 മിനിറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയും, എന്നിട്ട് നമ്മൾ ആരാധിക്കും. ആമേൻ. ഗവൺമെന്റൽ പ്രൊഫറ്റിക് റലം. നമ്മുടെ ചർച്ച് വിശ്വസിച്ചവർ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? എക്ലീഷ്യ എന്ന് ദൈവം നാമകരണം ചെയ്ത ലാംഗ്വേജിലെ ചർച്ച്. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നല്ല, ഭരിക്കാൻ ശേഷിയുള്ളവർ ഒരുമിച്ച് വരുന്ന സ്ഥലം. A governmental body of the Jesus Christ. യേശു ക്രിസ്തുവിന്റെ അധികാരമായ ശരീരം. A legislative assembly. എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇവിടെ കൂടി വരുമ്പോൾ ഒരു നിയമസഭാ മന്ദിരത്തിൽ കേരളത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരും MLA-മാരും MP-മാരും MLA-മാരും വന്നിരുന്നിട്ട്
അടുത്ത കാര്യങ്ങൾ, പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ നിയമസഭ കൂടുമ്പോൾ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് നമ്മുടെ ഓരോ സൺഡേയും, ഓരോ ഫ്രൈഡേയും, ഓരോ മീറ്റിംഗും നമ്മൾ ഇവിടെ കൂടുന്നത്. കരയാൻ മാത്രമല്ല, ഭരിക്കാൻ വേണ്ടിയാണ്. സഭ കരയാനുള്ള സ്ഥലം മാത്രമല്ല, ദൈവം പറഞ്ഞിരിക്കുന്ന സഭ ഒരു ഭരണകേന്ദ്രമാണ്. അടുത്തയാളോട് പറഞ്ഞ, നീ ഇരിക്കുന്നത് ഒരു ഭരണകേന്ദ്രത്തിലാണ്. നിങ്ങൾ നിയമസഭാ മന്ദിരത്തിനകത്ത് ഈ രണ്ട് പാർട്ടിക്കാരും വന്നിരുന്നിട്ട് ഒരു കാര്യം ചർച്ച ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പുറത്തെ ഭരണപക്ഷത്തു നിന്ന് ഒരാൾ പറയുമ്പോൾ തന്നെ എതിർപക്ഷത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് ഇതിനെ അടിച്ചു തകർക്കും. അല്ലാതെ അവിടെ ഒരാൾ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇനി ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഡെസ്കിലിട്ട് അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് ഡെസ്ക് അടിച്ചു പൊളിക്കാനല്ല, അതൊരു വോയിസ് ആണ്. ഈ പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നു. നിയമസഭാ മന്ദിരം നടപ്പിലാക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പട്ടണത്തിൽ നമ്മളൊരു ഭരണമാണ്. ഈ ദേശത്ത് എന്ത് നടക്കണമെന്ന്, ഈ പട്ടണത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഇവിടുത്തെ ദുരാത്മാക്കളല്ല തീരുമാനിക്കേണ്ടത്, ഈ ഭരണകേന്ദ്രം തീരുമാനിക്കും. ഇന്ന് രാത്രി അധികാരം പ്രാപിച്ചവർ, അധികാരത്തിന്റെ വസ്ത്രം ധരിച്ചവർ, അധികാരത്തിന്റെ ശക്തി പ്രാപിച്ചവർ ഈ ആത്മമണ്ഡലത്തിൽ എഴുന്നേറ്റ് നമ്മൾ പറയുന്നത് ഇവിടെ സംഭവിക്കും. ഇത് കരയുന്നവരുടെ സ്ഥലമല്ല, ഇത് ഭരിക്കുന്നവരുടെ സ്ഥലമാണ്. ഇതാണ് സഭയ്ക്ക് കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന അർത്ഥം, ഒരു ഭരണകേന്ദ്രം. അപ്പം നമ്മുടെ ചർച്ചിനെ ഈ ദേശത്ത് ദൈവം കൊണ്ടുവന്നപ്പോൾ സ്വർഗത്തിൽ എന്തായിരുന്നു സ്വർഗത്തിൻ്റെ ആ മനസ്സല്ലെങ്കിൽ ചിന്ത, ഇതാ ഒരു പുതിയ ഭരണകേന്ദ്രം കോഴഞ്ചേരിയിൽ വരുന്നു. നമ്മളാണെങ്കിൽ ഞായറാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ഒരു ലോഡ് പ്രാർത്ഥനാ വിഷയം തലയ്ക്കെടുത്ത് വെച്ചിട്ട് നേരെ ഇതിനകത്ത് കൊണ്ട് ഇറക്കിയിട്ടിട്ട് കരച്ചിലോട് കരച്ചിൽ. പക്ഷെ സ്വർഗം പറയുന്നു, മോളെ, നിന്റെ ഒരു ലോഡ് പ്രാർത്ഥനാ വിഷയം ഇവിടെ കൊണ്ടിറക്കി കരയാനുള്ള സ്ഥലമല്ലത്. ആ പ്രാർത്ഥനാ വിഷയത്തെ നോക്കി പ്രവചിക്കാനും കൽപ്പിക്കാനും അധികാരങ്ങൾ നിർവഹിക്കാനും യേശുവിൻ്റെ നാമത്തിൽ അതിനെ കൽപ്പിച്ച് ദൈവിക ശബ്ദത്തെ അതിൻ്റെ മേൽ നടപ്പിലാക്കാനുമുള്ള സ്ഥലമാണ് എക്ലീസിയ. ഇതിനകത്തിരിക്കുന്നവർ തകർന്നവരല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇതിനകത്തിരിക്കുന്നവർ വീണുപോയവരല്ല, വാഴാൻ ശേഷിയുള്ളവരാണ്. കരമുയർത്തി ആമേൻ. ദൈവം ഈ ചർച്ചിനെ ഒരു ഗവൺമെന്റൽ ബോഡിയാക്കുകയാണ്. അധികാര മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ ഞാൻ ഇതിനകത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഗവൺമെന്റൽ റലങ്ങളുമായി കണക്റ്റഡ് ആയവർ ഈ ചർച്ചിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ്. ഞാൻ കാണുന്നു റെഡ് കളറിലെ റസിയ എന്ന് പറഞ്ഞാൽ കാറിന്റെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ വേറൊരു പ്ലേറ്റും കൂടെയുള്ള റെഡ് കളറിലെ പ്ലേറ്റുള്ള കാറ് ഈ സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇവിടെ ആരാധിക്കാൻ ചർച്ച് ഒരു ഡിവൈൻ മാഗ്നറ്റിക് പവറായി മാറാൻ പോകുന്നു. A governmental prophetic realm. മറന്നു പോകരുത്. സ്വർഗത്തിൽ ഒരു കാര്യം തീരുമാനിച്ചാൽ, സ്വർഗത്തിൽ ഒരു കാര്യം വിധിച്ചാൽ അതിനെ ഭൂമിയിൽ നടപ്പിലാക്കുന്നത് ദൈവം നേരിട്ടല്ല. അവിടെ ദൈവം ഒരു മനുഷ്യനെ കൊണ്ടുവരും. ആ മനുഷ്യനെ സ്വർഗം വിളിക്കുന്നത് പ്രവാചകൻ എന്നാണ്. ആ പ്രവാചകൻ സാധാരണ ഒരാളല്ല. ഏലിയാവിന്റെ അടുത്ത് പോയി നിങ്ങൾ എനിക്കൊരു ദൂതുണ്ടോ എന്ന് ചോദിച്ചാൽ ഏലിയാവ് ദൂത് പറയില്ല.
വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മേജർ പ്രൊഫറ്റ് ഉണ്ട്, മൈനർ പ്രൊഫറ്റ്സ് ഉണ്ട്. തിയോളജിക്കലി പഠിച്ചാൽ മേജർ, മൈനർ, അതിനകത്ത് ഒരുപാട് പ്രവാചകരുണ്ട്. എന്നാൽ ആ ലിസ്റ്റിൽ ഇല്ലാത്ത ചില ഗവൺമെന്റൽ പ്രൊഫറ്റ്സുമാർ ബൈബിളിലുണ്ട്. അതിൽ സ്വർഗം പറയുന്ന ഒന്നാമത്തെ പ്രവാചകൻ അബ്രഹാം. നമ്മൾ ഇന്ന് വരെ അദ്ദേഹത്തെ പ്രവാചകൻ എന്ന് വിളിച്ചിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ പിതാവ് എന്നാ വിളിക്കുന്നേ. അതെ, നിങ്ങളുടെ പിതാവ് ഒരു പ്രവാചകനുമാണ്. അപ്പൊ ആരോ ചോദിക്കുന്നു, അബ്രഹാം ആരോട് പ്രവചിച്ചു? പക്ഷെ അബീമേലെക്കിന്റെ അടുക്കൽ ദൈവം പറയുന്നു, അബീമേലെക്കേ, എന്റെ പ്രവാചകനായ അബ്രഹാമിനെ കൊണ്ട് നീ പ്രാർത്ഥിപ്പിക്ക്, നിനക്ക് ജീവൻ ഉണ്ടാകും. ഇപ്പൊ പ്രവാചകൻ പ്രവചിക്കുന്നതിനേക്കാൾ പവറാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രവാചകന്റെ മുമ്പിൽ ചെന്ന ദൂതുണ്ടോന്നേ അറിയാവൂ. ഒരു പ്രവാചകനെ കൊണ്ട് എങ്ങനെ പ്രാർത്ഥിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. യേശുവിന്റെ നാമത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ ജീവൻ പൊങ്ങി വരും. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ജീവൻ പൊങ്ങി വരികയാണ്. ജീവന്റെ തുടിപ്പുകൾ പൊങ്ങി വരികയാണ്. ജീവന്റെ ആത്മാവ് പൊങ്ങി വരികയാണ്. ഒരു പ്രവാചകൻ പ്രാർത്ഥിച്ചാൽ അവിടെ ലൈഫ് ഉണ്ടാകും. അബ്രഹാം ആരോട് പ്രവചിച്ചു? അബ്രഹാം ആരോട് ദൂത് പറഞ്ഞു? പക്ഷേ അബ്രഹാമിനെ സ്വർഗം വിളിക്കുന്നത് ഒരു ഗവൺമെന്റൽ പ്രൊഫറ്റ് എന്നാണ്. അപ്പൊ അബ്രഹാം എവിടാ ദൂത് പറഞ്ഞു? അബ്രഹാം ദൂത് പറഞ്ഞതല്ല, പിന്നെ അബ്രഹാമിന്റെ മേൽ തുറന്നു കിട്ടിയ ദൂതിൽ അബ്രഹാം ജീവിച്ച് നിവർത്തിച്ചവനാണ്. അപ്പൊ ആരാണ് ഗവൺമെന്റൽ പ്രൊഫറ്റ്? ഗവൺമെന്റൽ പ്രൊഫറ്റിന്റെ പ്രത്യേകത, അവൻ മുമ്പിലുള്ളവർക്ക് ദൂത് പറയുന്നവൻ മാത്രമല്ല, ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ദൂതിനെ തുറന്ന് അതിൽ ജീവിക്കുന്നവനാണ് ഗവൺമെന്റൽ പ്രൊഫറ്റ്. You are a prophet and a prophetess in this generation. തുറന്നു കിട്ടിയ വെളിപ്പാടിൽ ജീവിക്കാൻ പോവാണ്. തുറന്നു കിട്ടിയ ദർശനത്തിൽ ജീവിക്കാൻ പോവുകയാണ്. തുറന്നു വന്ന ആത്മമണ്ഡലത്തിൽ ജീവിക്കാൻ പോവുകയാണ്. അതെ, എന്റെ മേൽ ഒരു പ്രവാചക അധികാരം വ്യാപരിക്കുന്നു. നമ്മുടെ വീടുകളിൽ ഈ രാത്രി ഒരു പ്രൊഫറ്റിക് സോൺ ഓപ്പൺ ആകുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് ദൂത് കേൾക്കുന്നതാണ് പ്രൊഫറ്റിക്കൽ. അല്ല, അബ്രഹാമിന്റെ മുമ്പിൽ ഒരു വലിയ ദൂത് ഇറങ്ങി വന്നു. ഒരു കൊച്ചിനെ കൊണ്ട് അപ്പാന്ന് വിളിക്കാൻ സാധ്യതയില്ലാത്ത ആ മനുഷ്യനെ ദൈവം വിളിച്ചത് ഫാദർ ഓഫ് നേഷൻസ് എന്നാണ്. ഒരു കൊച്ചിനെ കൊണ്ട് അപ്പാന്ന് വിളിപ്പിക്കാൻ അയാൾക്ക് ശേഷിയില്ല, സാധ്യതയില്ല. പക്ഷെ അയാളെ ദൈവം വിളിച്ചത് സ്നേഹിത എന്നല്ല. ഇറങ്ങി വന്ന ദൈവം ആദ്യം വിളിച്ചത് ഫാദർ എന്നാണ്. ലോകം മുഴുവൻ ആ പേര് നിങ്ങളിൽ വരില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ 21 days ഫാസ്റ്റിംഗ് ആ പേരിൽ നിങ്ങളെ അറിയപ്പെടുത്താൻ അതേതായിക്കോട്ടെ പ്രാർത്ഥിച്ചോ, ഏതായിക്കോട്ടെ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. കുടുംബത്തിൽ ആ പേര് വീഴും, തലമുറകളെ മേലത് വീഴും. കർത്താവ് അത് പ്ലേസ് ചെയ്യുകയാണ്. Because this is prophetic. Rishabaya rakarala risadere അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. ഈ രാത്രി മുതൽ നമ്മളൊരു പ്രൊഫറ്റിക്കൽ ലൈഫ് നടത്താൻ പോവാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രവാചക തലത്തിലുള്ളവരാണ്. അബ്രഹാം വിശ്വസിച്ചു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപോയപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ്
കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും. നടക്കുക എന്നല്ല, Come on. നോക്കുക. Amen. ഞാൻ ടാമിയോട് പറയുന്നു, നോക്കുക. Amen. 20ാമത് രാത്രി സ്വർഗം നിങ്ങളോട് പറയുന്നു, നോക്കുക, ഞാൻ നിനക്ക് തരാം. നോക്കുക. നോക്കുക, ഞാൻ നിനക്കത് നൽകും. അഭിഷക്തനെ, നിങ്ങളുടെ കണ്ണിൽ കയറിയ ചില മേഖലകളുണ്ട്. നിങ്ങളുടെ പ്രവാചക കണ്ണിൽ കിടക്കുന്ന ചില മാറ്ററുകളുണ്ട്. ആത്മാവിൽ എനിക്കത് കാണാം. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ അത് നോക്കുക മാത്രമല്ല, നീ അവിടെ അടിസ്ഥാനമിടും. This is prophetic. യേശുവിന്റെ നാമത്തിൽ അതിനെ പിടിക്കുക. ഇന്ന് രാത്രി ഒരു പ്രവാചക ചലനം. പ്രവാചക ആത്മാവുള്ളവന്റെ പ്രത്യേകത, അവൻ നടന്നു ചെന്ന് കൈവശമാക്കുക അല്ല, അവൻ നോക്കി കാണുന്നതിനെ കൈവശമാക്കും. അതാണ് സ്വർഗം പറഞ്ഞത്. എന്റെ പ്രവാചകനായ അബ്രഹാം, പ്രവാചകന്റെ കണ്ണുകൾ പിടിച്ചെടുക്കുന്ന കണ്ണുകളാണ്. നിങ്ങളുടെ കണ്ണുകൾ ഒരു സ്പിരിച്വൽ ആയി ഓപ്പൺ ആകട്ടെ. അബ്രഹാം, look first, then walk. Amen. Amen. Look first, Yes. then walk. Amen. ആദ്യം നോക്കുക, പിന്നെ നടക്കുക. Amen. നീ നടന്നു ചെല്ലുന്ന സ്ഥലം ഞാൻ തരുമെന്നല്ല. അബ്രഹാമേ, നീ നടന്ന് ചെല്ലുന്ന ആ ലാൻഡ് ഞാൻ നിനക്ക് തരുമെന്നല്ല. നീ നോക്കി കണ്ട ദേശമൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും. ഇന്ന് രാത്രി സന്തതിയുടെ മേൽ, അവരുടെ മേൽ ഒരു വലിയ അവകാശം വരുന്നു. അവർ അതിനെ പിടിക്കുന്നു. സന്തതികളുടെ മേൽ ഇന്ന് രാത്രി അവ പ്രവചിക്കുന്നു. തുടരുന്ന ഒരു മേജർ പ്രൊജക്ട് ഓപ്പൺ ആകുകയാണ്. ജനറേഷനുകളിലേക്ക് തുടരുന്ന ഒരു മേജർ പ്രൊജക്ട്. അബ്രഹാമേ, നിനക്കും നിന്റെ സന്തതിക്കും ഞാനിത് തരും. നിങ്ങൾ അബ്രഹാമിനോട് ചോദിക്കേ, ഇതൊക്കെ എങ്ങനാ പിടിച്ചടക്കിയേ? യുദ്ധം ചെയ്തിട്ടാണോ? അദ്ദേഹം പറയാം, അല്ല, പിന്നെ നോക്കിക്കണ്ടിട്ടാ. ഒരു സാധ്യതയുമില്ലാത്ത മനുഷ്യനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു ആകാശത്തിലേക്ക് നോക്കാൻ. ഒരു സാധ്യതയുമില്ലാത്ത മനുഷ്യനെ വിളിച്ചിറക്കിയിട്ട് പറഞ്ഞു കടൽക്കരയിലോട്ട് നോക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റൽ പ്രൊഫറ്റിക് റലം. നീ നോക്കിയാൽ അത് നിന്റെ പുറകെ വരും. നീ നോക്കിയാൽ അത് നിന്റെ പുറകെ വരുമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഒരു പ്രവാചക ഭരണാധികാരം ഈ ചർച്ചിൽ തുറന്നു കിടക്കുന്നു. അതിവിടെ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ പ്രവാചകൻ ഇത് ശുശ്രൂഷിക്കും. ഇദ്ദേഹം അടുത്ത സെക്ഷനുകളിൽ കൈവയ്ക്കുമ്പോൾ
നിങ്ങൾ അനുഭവിക്കത്തക്ക വണ്ണമുള്ള അടയാളങ്ങൾ സംഭവിക്കും. Amen. Hallelujah. അടുത്ത സെക്ഷനുകളിൽ ഇദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ ചിലരെ ഇദ്ദേഹം എഴുന്നേൽപ്പിക്കും. അതുപോലത്തെ മിനിസ്ട്രി ഇവിടെ നടക്കും. മോശ ഒരു പ്രവാചകനായിരുന്നു. ഒറ്റ വിധി 430 വർഷത്തെ ചരിത്ര ഇളക്കി എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കാം. ഫറവോൻ എന്ന സിസ്റ്റത്തെ അത് ഇളക്കി. ഏലിയാവ് ഒരു ഗവൺമെന്റൽ പ്രൊഫറ്റാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാതെ ഇനി മഴ പെയ്യില്ല. അദ്ദേഹം വരുമ്പോൾ ആ കാലഘട്ടത്തിൽ ബാൽ എന്ന് പറയുന്ന ദുർവ്യാപാര ശക്തി അവൻ ക്ലെയിം ചെയ്തത് എന്താണെന്നറിയോ? ഞാനാണ് മഴയുടെ ദൈവം, ഞാനാണ് നിങ്ങൾക്ക് കാലാവസ്ഥ തരുന്നത്, ഞാനാണ് നിങ്ങൾക്ക് കൊയ്ത്ത് തരുന്നത്, ഞാനാണ് മഴയും മഞ്ഞും തരുന്നത്. ബാൽ ക്ലെയിം ചെയ്തതിനെ ദൈവം ഏലിയാവിനെ കൊണ്ട് അടപ്പിച്ചു. ഗവൺമെന്റൽ പ്രൊഫറ്റ്സ് വന്നാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ദൈവത്തിന്റെ വിധി നടപ്പിലാക്കും. രണ്ട്, അന്നുവരെ നിലനിന്നിരുന്ന പൈശാചിക മേഖലകൾ അതിനൊരു ശക്തിയുമില്ലെന്ന്, അത് ബലഹീനമാണെന്ന് അവന്റെ പരാജയ മുഖത്തെ തെളിയിച്ചു കാണിക്കും. ബാലാണ് മഴയുടെ ദൈവമെങ്കിൽ, ബാലായിരുന്നു മഴയുടെ ദൈവമെങ്കിൽ, ഏലിയാവ് പ്രവചിച്ചതിന്റെ 20-ാം മിനിറ്റിൽ ഇടിവെട്ടി മഴ പെയ്യണം. പക്ഷെ ഏലിയാവ് പറഞ്ഞു, അത് അടച്ചു. ഏലിയാവ് പറഞ്ഞു, ദൈവം അടച്ചു. അതിന്റെ അർത്ഥം ഏലിയാവ് പറഞ്ഞു, ദൈവം നടപ്പിലാക്കി. എന്താ അതിന്റെ അർത്ഥം? അത് ഏലിയാവിന്റെ പ്രഡിക്ഷൻ അല്ല, പിന്നെ സ്വർഗം നടപ്പിലാക്കാൻ വെച്ച വിധിയാണ്. ഇന്നിവിടെ എഴുന്നേൽപ്പിച്ച കുടുംബങ്ങളോട് ഞാൻ പറയുന്നു, ഇത് ഞങ്ങൾ നടത്തിയ പ്രഡിക്ഷൻ അല്ല, ഇത് അരവിന്ദ് മോഹൻ കുലുക്കി കുത്തിയ ദൂതല്ല. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം വിധിച്ചു വച്ച വിധിയെ ദൈവം അയച്ച പ്രവാചകനിലൂടെ ദൈവം നടപ്പിലാക്കിയിരിക്കുക. ഏലിയാവ് പ്രവചിച്ചു, സ്വർഗം നടപ്പിലാക്കി. അർത്ഥം, സ്വർഗം നടപ്പിലാക്കാൻ വച്ചിരുന്ന വിധിയെ സ്വർഗീയ കൗൺസിലിൽ ചെന്ന് ഏലിയാവ് എടുത്തോണ്ട് വന്നു. ഏലിയാവ് എന്ന പ്രവാചകൻ വന്നത് ആമേൻ ക്രൗഡിൽ നിന്നല്ല, ഹെവൻലി കൗൺസിലിൽ നിന്നാണ്.